ഒരു ഇൻഫർമേഷൻ കിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവ ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞ മറ്റേ ഫ്ലാറ്റിൽ ഇവനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അവരിങ്ങനെ ഗഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ പ്രകാരമായിട്ട് സ്ക്വാഡിലെ പ്രമോദും പാർട്ടിയും അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് മുഹമ്മദ് അഷ്റഫും ഖാലിദ് റഹ്മാനും പിന്നെ ഷാലി മുഹമ്മദ്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ ഫിലിമിലാണോ ആക്ട്രസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഫിലിമിലിങ്ങനെ വർക്ക് ചെയ്യുന്നവരാണെന്ന് മാത്രമേ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് നമുക്ക് മനസ്സിലായത് ഇവരിങ്ങനെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാവുന്നു. അവരുടെ ഇന്നൊരു 1.63 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചായാണ് കിട്ടിയത്. ഹൈബ്രിഡ് അപ്പോൾ ഒരു പുതിയ ട്രെൻഡിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നേരത്തെ ഇപ്പം MDMA പോലുള്ള സാധനങ്ങളാണല്ലോ ഇപ്പം അല്ലേ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അത് ഹൈബ്രിഡിലേക്ക് മാറി വന്നു. ഞങ്ങളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരാളെ നമ്മൾ നോക്കുന്നുണ്ട്. വിശദമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞില്ല. അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അവർ അഡിക്ട്സ് ആവാനില്ലെന്ന് അല്ലെങ്കിൽ ഇത്ര വർഷമായതൊന്നും അങ്ങനെയുള്ളവർ പറഞ്ഞില്ല. അവർ ഉപയോഗിക്കുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് ഇതിൻ്റെ ഒരു കണക്ഷന് സാധ്യതയില്ല. എന്നാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരേ സർക്കിളിലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് അന്വേഷണത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല എങ്ങനെയാണെന്ന്. ഏതാ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷാലി മുഹമ്മദ് എന്നുള്ള ഒരു ഇതിനുണ്ട്. അവനാണ് ഇതിൻ്റെ ഒരു പിന്നെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്നു. അവർ എല്ലാം കൂടെ ഉപയോഗിക്കുമായിരുന്നു അവർ. അപ്പോൾ ഇവനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ലീഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു സിനിമാക്കാരന്റെ ഹബ്ബാണ് ആ ഫ്ലാറ്റിനെ മനസ്സിലാക്കുന്നത്. കുറെ പേര് വരാറുണ്ട്. അതിന്റെ ഉടമസ്ഥ ഉള്ളത് മറ്റൊരു സിനിമാക്കാരനാണ്. അതെ അതെ. പിന്നെ ഉറപ്പായിട്ട് അയാളെ നോട്ടീസ് വിളിച്ചു. കാരണം വെച്ചാൽ നമ്മൾ ഈ NDPS ആക്ട് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ നിന്നാണ്. ശരിക്കും അങ്ങനെ ഒരു താവളം ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് താവളം കൊടുക്കുന്നവരെ NDPS ആക്ട് പ്രകാരം കുറ്റകരമാണ്. അല്ല, അത് നോട്ടീസ് അയച്ച ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം നമ്മളതിനെ തുറന്ന് സ്വീകരിക്കും. പിന്നെന്താ എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. മുൻപ് ഞങ്ങൾ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് സാറിന് മൊത്തത്തിലൊരു പരിശോധന നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളിപ്പോൾ ഈ 21 മുതൽ 13 വരെ ഞങ്ങൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് സെക്കൻഡ് ഫേസ് എന്നുമുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഒരു സംഘമായിട്ടുണ്ടാകുന്ന ചാൻസ് കുറവായിരിക്കും. കാരണം അങ്ങനെ സംഘമായിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ സംഘത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം നിന്ന് പോകില്ലേ. അതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പലരും പല ആൾക്കാരായിരിക്കും ഡീൽ ചെയ്യുന്നത്. കാരണം ഒരു സംഘമാണെങ്കിൽ അത് ആ സംഘത്തെ മാത്രം എടുത്തു കഴിയുമ്പോൾ പിന്നെ ഇത് മൊത്തം കാലിക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് സംഘമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണാണ് ചെയ്യുന്നതെന്ന് എനിക്ക്